ദൈവത്തിന് മഹത്വം. വിശ്വസ്തനായ കർത്താവ് ഈ രാവിലെ സമയം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തെക്കുറിച്ച് നന്നായി വിവേചിച്ചുകൊണ്ട് ആത്മാവിലൊരുങ്ങി കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിൽ ഒരു വേദഭാഗം ഈ പ്രഭാതത്തിൽ എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 56-ാം വാക്യം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 7:56 ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തൻ ഈ ഭൂമിയിൽ വെച്ച് കാണുന്നതായ മനോഹരമായ ഒരു കാഴ്ചയാണത്. തുറക്കപ്പെട്ട ഒരു സ്വർഗം. തുറക്കപ്പെട്ട സ്വർഗം കണ്ട അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. തിരുവെഴുത്തിൽ അനേകരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലെ പ്രഥമ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർക്ക് സഹായിയായി നിന്ന ഒരു വ്യക്തിയായിരുന്നു സ്തെഫാനോസ്, അല്ലെങ്കിൽ സ്റ്റീഫൻ എന്നൊക്കെ പറയാം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഒരു പൊതു പ്രാസംഗികനോ അറിയപ്പെട്ട സുവിശേഷകനോ ഒന്നുമല്ലായിരുന്നു. അപ്പോസ്തലന്മാർക്ക് സഹായിയായി മേശകളിൽ ശുശ്രൂഷ ചെയ്തൊക്കെ നിന്നതായ ഈ ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവകൃപയും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ആത്മനിറവും ദൈവകൃപയും ഉള്ള ദൈവമക്കൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന, ആത്മീയ ലോകത്തിൽ അറിയപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. പക്ഷേ ദൈവകൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നിറവിൽ കാണപ്പെടുന്നവർ വളരെ കുറവാണ്. ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ കൃപ എത്രമാത്രം വ്യാപരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് അവരിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് അവർക്ക് നേരിടുന്ന കഷ്ടങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് കഷ്ടങ്ങളെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നവർ ഭയപ്പെടുന്നു, ചിലർ പിന്മാറിപ്പോകുന്നു. കഷ്ടമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിപരീതമായി വരുന്നതൊക്കെയാണ് കഷ്ടം. ദൈവത്തിന് സ്തോത്രം. സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ധാരാളം മനുഷ്യരെ ഇന്ന് ലോകത്തിൽ കാണാൻ സാധിക്കും. സ്വന്തം താല്പര്യങ്ങൾ നിറവേറാതെ വരുമ്പോൾ അതിൻ്റെ ഫലമായി ജീവിതത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെയാണ് ചിലപ്പോൾ യുദ്ധങ്ങളായി മാറ്റപ്പെടുന്നത്. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ, പ്രയാസങ്ങൾ, സ്വരച്ചേർച്ചകളൊക്കെ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങളാണ് അതിൻ്റെ എല്ലാ കാരണങ്ങൾ. സ്വന്തം ഇഷ്ടങ്ങളാണ് അതിൻ്റെയൊക്കെ കാരണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ തൻ്റെ ഇഷ്ടമെല്ലാം ക്രൂശിൽ വെച്ചുകൊണ്ട്, അഥവാ പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകത്തിൽ എത്രയോ മഹാന്മാരായ വ്യക്തികളിലും തങ്ങളുടെ പ്ലാനുകൾ നിറവേറ്റുവാൻ വേണ്ടി അവർ ബന്ധപ്പെടുന്നത് കാണുമ്പോൾ സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയും അതിനുവേണ്ടി ജീവനെ വെച്ചു കൊടുക്കുകയും ചെയ്തതാണ് ക്രിസ്തുവിൽ കാണുന്നത്. ആത്മീയ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവകൃപയുടെ നിറവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ സ്വന്തം ഹിതത്തിന് പ്രാധാന്യം കൊടുക്കുകയില്ല. ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളിൽ അവർ കലങ്ങിപ്പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
ഇവിടെ സുവിശേഷം നിമിത്തം, കർത്താവിൻ്റെ സത്യവചനങ്ങൾ അറിയിച്ചത് നിമിത്തം വളരെ അധികം പാടുകളേറ്റ, ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൽ രക്തസാക്ഷികളായി തീർന്നവരിൽ ഒന്നാമത്തെ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണല്ലോ. പുതിയ നിയമത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷി, നമ്മുടെ നായകനായ ക്രിസ്തു ലോകത്തിൽ നിന്ന് വേർപെടുന്നത് രക്തസാക്ഷിത്വ മരണത്തോടുകൂടെയാണ്. എന്നാൽ മനുഷ്യരിൽ പുതിയ നിയമത്തിൽ ഒന്നാമത് രക്തസാക്ഷിയായി തീർന്ന വ്യക്തിയായിരുന്നു സ്തെഫാനോസ്. ദൈവത്തിന് സ്തോത്രം. ഈ സ്തെഫാനോസ് രക്തസാക്ഷിയായി തീർന്നത് ക്രിസ്തു നിമിത്തമായിരുന്നു, അഥവാ യേശുവിൻ്റെ വചന നിമിത്തമായിരുന്നു, അഥവാ തന്നിൽ വ്യാപരിച്ചിരുന്ന ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ നിറവും നിമിത്തമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഒരു ചിന്തയുണ്ടാകാം, പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവകൃപയും ഒക്കെ നിറഞ്ഞതായ ഈ ശ്രേഷ്ഠകരമായ ജീവിതം ഒരു മനുഷ്യനെ ഇങ്ങനെ ദാരുണ മരണത്തിൽ കൊണ്ട് എത്തിക്കുമോ എന്നൊരു ചിന്തയുണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കിയെങ്കിലും തൻ്റെ മരണം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴും തൻ്റെ തലയിലും തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും കല്ലുകൾ വന്ന് ആഴ്ന്ന് പതിക്കുന്നുണ്ടായിരുന്നു. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അതേ കൈകളിൽ കൂർത്ത കല്ലുകൾ വന്ന് വീഴുന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കല്ലേറുകൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയ്യോ ദൈവത്തെ അറിഞ്ഞതിൻ്റെ ഫലം ഇതാണോ എന്ന ചിന്ത മാനുഷികമായി ഉണ്ടാകും. മാനുഷികമായ ചിന്താഗതികളും മനുഷ്യന്റെ വഴികളും ദൈവത്തിൻ്റെ പദ്ധതിയും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് എന്നുള്ളത് ആരും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കല്ലെറിഞ്ഞ് കൊന്നതായ, ഇല്ലെങ്കിൽ കല്ലേറ് കൊണ്ട് മരിച്ചതായ ഒരവസ്ഥ ആദ്യം നാം കാണുമ്പോൾ, അതിനപ്പുറത്ത് ഈ സ്തെഫാനോസ് കാണുന്നത് തന്നെ എറിയുന്ന കല്ലുകളോ, ഇല്ലെങ്കിൽ തൻ്റെ മേൽ വീഴുന്ന കല്ലുകളോ, തന്നെ എറിയുന്ന വ്യക്തികളോ അല്ല. താൻ കാണുന്നത് തുറക്കപ്പെട്ട ഒരു സ്വർഗമായിരുന്നു. രണ്ടു കൂട്ടരുടെയും കാഴ്ചപ്പാട് രണ്ട് വിധത്തിലായിരുന്നു. ക്രോധാധിക്യത്തോടെ, ശക്തിയോടെ കൂർത്ത കല്ലുകൾ എടുത്ത് തന്നെ എറിയുന്നവർ പല്ലുകടിക്കുന്നു, കോപം നിറഞ്ഞവരായിത്തീരുന്നു. എങ്കിലും എറിക്കൊള്ളുന്ന ആൾ പല്ലുകടിക്കുകയല്ല, സ്വർഗത്തിലേക്ക് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അഥവാ ക്ഷമിക്കുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പാപം ഇവരുടെ മേൽ കണക്കിടരുതേ, ഈ എറിയുന്നവരുടെ പാപം ക്ഷമിക്കണമേ എന്നുള്ള ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ഇതെങ്ങനെ സാധിക്കും? ഒരു ലോക മനുഷ്യന് സാധിക്കുമോ? ഒരു സാധാരണ വ്യക്തിക്ക് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഒരാൾ ഇതാ വലിയ കോപത്തോട് കല്ലെടുത്തെറിയുമ്പോൾ, പല്ല് കടിച്ചുകൊണ്ട് എറിയുമ്പോൾ എറികൊള്ളുന്ന ആൾ കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എങ്ങനെ പറയാൻ സാധിക്കും? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, ദൈവകൃപ നിറഞ്ഞവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവൻ
ഒരിക്കലും ലോകത്തിലേക്ക് നോക്കുന്നില്ല, സ്വർഗത്തിലേക്ക് നോക്കുവാൻ അവന് ആത്മപ്രേരണ ഉണ്ടാകും. സ്വർഗീയമായ കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഈ സ്തെഫാനോസിൽ കാണുന്നത് പോലെയുള്ള വിശേഷിക്കപ്പെട്ട സ്വഭാവം കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഒരു സാധാരണ മനുഷ്യൻ നോക്കുമ്പോൾ ഒരു ഭക്തൻ, ഒരു വിശുദ്ധൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവനിത് ആ കല്ലേറ് കൊണ്ട് മരിക്കുന്നു. സ്തെഫാനോസിനോട് ചോദിക്കാം, നിന്റെ ഈ അവസ്ഥ എങ്ങനെയാണ്? സ്തെഫാനോസ് പറയും, ഞാൻ സ്വർഗം കണ്ട സമയം അതായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ വലിയ ആനന്ദമുണ്ടായ സമയമായിരുന്നു. അതിലുപരിയായി തുറക്കപ്പെട്ട സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് സ്തെഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്നുറക്കെ വിളിച്ചു പറയുകയാണ് താൻ കണ്ട ദർശനം. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോൾ ഈ അന്ത്യം ഒരു ഭാഗത്ത് കല്ലേറ് കൊണ്ടതെങ്കിലും വളരെ മഹത്വകരമായൊരു അന്ത്യമായിരുന്നു തനിക്ക് ലഭിച്ചതെന്ന് ആത്മീയ ദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെട്ട വ്യക്തികൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ സ്വർഗം തുറക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഞാനിതിനെക്കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല. യാക്കോബ് ജ്യേഷ്ഠരെ ഭയന്ന് ഹാരാനിലേക്ക് പോകുന്ന സമയത്ത് വഴിമധ്യത്തിൽ വെച്ച് അവൻ കല്ല് തലയിണയായി വെച്ചുറങ്ങുമ്പോൾ സ്വർഗത്തോളം എത്തി നിൽക്കുന്ന ആ ഒരു കോവേണി, അവിടെ ഒരു സ്വർഗവാതിൽ തുറക്കപ്പെട്ടിരിക്കുന്ന കാണുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. യേശു സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറക്കുന്നുണ്ട്. സ്വർഗം തുറക്കുന്ന കാഴ്ച നിങ്ങൾ കാണുമെന്ന് യേശു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പല സാഹചര്യങ്ങളിലും അത് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകനും കെബാർ നദീതീരത്തിരിക്കുമ്പോൾ, പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്നായ ഒരു കാഴ്ച കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പ്രധാനമായിട്ടും സ്വർഗം തുറക്കപ്പെട്ടത് ഒരു വിശുദ്ധന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ. ഒരു വിശുദ്ധൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവനെ സ്വീകരിപ്പാനായിട്ട് സ്വർഗം തുറക്കപ്പെടുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്നതിലേറ്റവും വലിയ ഭാഗ്യം അതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധനെ സ്വീകരിപ്പാൻ സ്വർഗം തുറക്കുന്നെങ്കിൽ, അവന്റെ ജീവിതാന്ത്യത്തിൽ തുറക്കപ്പെട്ട ഒരു സ്വർഗം അവൻ കാണുന്നെങ്കിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ ആയുസ്സിൽ പ്രാപിക്കാൻ കഴിയുന്നതിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. പുറം ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ സ്തെഫാനോസിന്റെ മരണം ഒരു ദാരുണ മരണമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രാണനെ വിടുമ്പോഴും തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് അവൻ ഉറക്ക നിലവിളിച്ചു പ്രാണനെ വിട്ടു എന്നാണ്. മത്തായിയുടെ സുവിശേഷം 27:50 വായിക്കുന്നത് അവൻ ഉറക്ക നിലവിളിച്ചു പ്രാണനെ വിട്ടു. ലോകപ്രകാരം ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുന്ന ഈ സംഭവം, എലോഹി എലോഹി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിടുമ്പോൾ പിതാവ് പോലും കൈവിട്ടല്ലോ. ഇതെത്ര ദാരുണ മരണം! പിതാവിനെ വെളിപ്പെടുത്തുവാൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്ത് തികയ്ക്കുവാൻ ലോകത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു ശരീരമാസകലം മുറിവേറ്റവനായി രക്തമെല്ലാം വാർന്നൊലിച്ചുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ ശരീരത്തിൽ പാടുകൾ ഏൽക്കാമോ ആ വിധത്തിലൊക്കെ പാടുകളേറ്റ കഷ്ടത്തിന്റെ ആ മൂർധന്യ അവസ്ഥയിൽ പിതാവിനാൽ കൈവിടപ്പെട്ടതുപോലെ ഒരു സംഭവം കാണുമ്പോൾ അത് ലോകത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അക്കാലങ്ങളിൽ പലരും യേശുവിനെ അംഗീകരിച്ചില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണശേഷമാണ് കർത്താവായ യേശുവിന് ലഭിച്ച ആ അംഗീകരണം, അഥവാ ശിഷ്യന്മാർ പലരും ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായത് അതിന് ശേഷമാണല്ലോ. അതിനു മുൻപ് യേശുവിനെ വിട്ട് അനേകര് ഓടിപ്പോയി.
ശിഷ്യന്മാർ പലരും ക്രൂശീകരണത്തോട് അടുക്കുന്ന സമയത്ത് പോലും തന്നെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്ത് പോയതിനു ശേഷം ഇതാ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുവാൻ ആയിരങ്ങൾ മുൻപോട്ട് വരാൻ തുടങ്ങി. അതാണ് ക്രിസ്തീയ മാർഗത്തിന്റെ സ്റ്റാർട്ടിങ്, ക്രിസ്തീയ മാർഗത്തിന്റെ തുടക്കം. അതാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് ഒരു പരീക്ഷയുണ്ട്. സ്തോത്രം. അതിന് തെളിയിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ. നാം കർത്താവിനെ സ്നേഹിക്കുന്നത് യാഥാർത്ഥ്യമാണോ, അതോ പുറമേയുള്ള ഈ വാക്കുകൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവരാണോ? ദൈവത്തോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണോ എന്ന് പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരിടുന്ന അനേക കഷ്ടങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രവും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ വാതിൽ വളരെ ഇടുങ്ങിയതാണ്, ഈ വഴി വളരെ ഞെരുങ്ങിയതാണ്. ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പത്രോസ് പറയുമ്പോൾ പൗലോസ് പറയുമ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നത്, പിന്നെ കഷ്ടമനുഭവിപ്പാനും വരം ലഭിച്ചിരിക്കുന്നു. തിമോഥെയോസിന് താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകും. ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആരാഗ്രഹിക്കുന്നു അവർക്കൊക്കെ ഉപദ്രവങ്ങൾ നേരിടും, പ്രയാസങ്ങൾ നേരിടും. പൂർവകാലങ്ങളിൽ എത്രയോ വിശുദ്ധന്മാർ എത്രയെത്ര ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് ക്രിസ്തീയ മാർഗത്തിന് മുൻകാലങ്ങളിലെ പോലെയുള്ള ഉപദ്രവങ്ങളില്ല. പിന്നെ നമുക്ക് കഷ്ടമായി തോന്നുന്നത് മറ്റേതെങ്കിലും പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയാൽ അയ്യോ എത്ര ഭയങ്കരമാണ്, ഇങ്ങനെ ദൈവം അനുവദിച്ചല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പെട്ടെന്ന് ചോദിച്ചു പോകും. സ്വാഭാവികമായി മാനുഷികമായ ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊക്കെ ലോകം വിട്ടുപോയത് എപ്രകാരമായിരുന്നു? പത്രോസ് AD 64 നീറോ കൈസറിന്റെ കാലത്ത് ക്രൂശിക്കപ്പെട്ട് മരിച്ചതായി കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്നെ ക്രൂശിക്കുമ്പോൾ താൻ കർത്താവിനോട് അവരോട് ഒരു അപേക്ഷയുണ്ടെന്നാണ് പറഞ്ഞത്. നേരെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ പാദം ഞാൻ ചുംബിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തല കീഴായി ക്രൂശിക്കുവാനായിട്ട് അവർ എന്നെ അങ്ങനെ ക്രൂശിച്ചാട്ടെ എന്നൊരു അപേക്ഷ നൽകി. അങ്ങനെ വിശുദ്ധ പത്രോസിനെ തല കീഴായി ക്രൂശിച്ചു എന്നാണ്. എന്നാൽ പത്രോസ് അങ്ങനെ മരിക്കുമെന്ന് താൻ ചിന്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നോ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, നീ അറിയുന്നു കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണ്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി നിനക്കിഷ്ടമുള്ളിടത്ത് നടന്നു. എന്നിട്ട് കർത്താവ് തന്നെ പറയാം, നീ വയസ്സനായ ശേഷം മറ്റൊരുവൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തടത്ത് നിന്നെ നടത്തും. അപ്പൊ പത്രോസിനൊരു അറിവുണ്ടായി, വയസ്സുകാലം വരെ ഞാൻ ജീവിക്കാൻ സാധ്യതയുണ്ട്, ഇപ്പോഴൊന്നും മരണം സംഭവിക്കില്ല, യേശുവല്ലേ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഹെരോദാവിന്റെ കാലത്ത് തന്നെ ജയിലിലാക്കുമ്പോഴും പടയാളികളുടെ നടുവിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. ഇപ്പോഴെങ്കിലും മരിക്കില്ലെന്നൊരു അറിവ് തനിക്കുണ്ടായിരുന്ന സാരം. എങ്കിലും സ്തോത്രം, അധികം താമസിക്കാതെ താൻ ക്രൂശിതനായി മരിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത ശിഷ്യനായ അന്ത്രയോസ്, അതും പത്രോസിന്റെ സഹോദരനായിരുന്നു.
യോഹന്നാന്റെ സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ വന്നു ചേർന്ന വ്യക്തിയാണ് അന്ത്രയോസ്. ദൈവത്തിന് സ്തോത്രം. ഗ്രീസിലും ഏഷ്യ മൈനറിലുമൊക്കെ പോയി ധാരാളം സുവിശേഷം അറിയിച്ച ഒരു ഭക്തരായിരുന്നു. എന്നാൽ അഖായിയിൽ വെച്ച് അവിടെയുള്ള ദേശാധിപതിയുടെ ഭാര്യ അന്ത്രയോസിന്റെ സുവിശേഷത്തിലൂടെ വിശ്വാസത്തിൽ വന്നത് നിമിത്തം ആ ദേശാധിപതി തന്നെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊന്നുവെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഭാര്യയെ ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നടത്തി എന്നുള്ള അത് നിമിത്തം താൻ ഈ ക്രിസ്തു ശിഷ്യനെ കൊന്നുവെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഈ യാക്കോബ് എന്ന അപ്പോസ്തലനും ഏതാണ്ട് AD 44 കാലഘട്ടത്തിൽ ഹെരോദ അഗ്രിപ്പ രണ്ടാമന്റെ കാലത്ത് വാൾ കൊണ്ട് കൊല്ലപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലരുടെ പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ സഹോദരനായിരുന്ന യോഹന്നാൻ എന്ന് പറയുന്നത് യാക്കോബും യോഹന്നാനും സബദി, ശലോമ എന്നിവരുടെ മക്കളാണ്. ഇവർ രണ്ടുപേരും കർത്താവിന് വേണ്ടി തീഷ്ണതയോടുന്നവനാണ്. യേശു അധികം സ്നേഹിച്ച ഈ ശിഷ്യൻ മാത്രമാണ് സ്വാഭാവിക മരണം പ്രാപിച്ചത്. സ്വാഭാവിക മരണം താൻ പ്രാപിച്ചെങ്കിലും വളരെയേറെ കഷ്ടങ്ങൾ താൻ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. റോമൻ കൈസർമാരുടെ കൈക്കീഴിൽ താൻ വളരെയധികം കഷ്ടം അനുഭവിച്ചു. ഒരു കഷ്ടത്തിന്റെ ഒടുവിലായിരുന്നു തന്നെ തിളച്ച എണ്ണയിൽ കൊണ്ടിട്ടു. തിളച്ച എണ്ണയിൽ കൊണ്ടിട്ടപ്പോൾ ആ എണ്ണ വറ്റിപ്പോയെന്നും എണ്ണ തണുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. തന്നെ കൊല്ലുവാൻ സാധിക്കില്ലെന്ന് ഡൊമിഷ്യൻ കൈസർ മനസ്സിലാക്കി തന്നെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. താന് ആരും വെട്ടിക്കൊന്നതല്ലെങ്കിലും ഒരു രക്തസാക്ഷിത്വ മരണത്തിന് തുല്യമായ വേദനകൾ അനുഭവിച്ചു. ഏതാണ്ട് 8 മാസത്തോളം പത്മോസ് എന്ന ദ്വീപിൽ ഏകനായി കഴിയുന്ന, പ്രായാധിക്യത്തിൽ കഴിയുന്ന ആ ജീവിതത്തിൽ താൻ അനുഭവിച്ച വേദനകൾ എത്ര ഭയങ്കരമായിരുന്നു. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വേദനപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു. ഡൊമിഷ്യൻ കൈസറുടെ കാലശേഷം തന്നെ വീണ്ടും ശിഷ്യന്മാർ ചെന്ന് എഫേസോസിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വരുമ്പോൾ പൊതു ശുശ്രൂഷകളിലൊന്നും പങ്കെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ താൻ അവശനായിരുന്നു, താൻ ബലഹീനായിരുന്നു. ശരീരത്തിൽ വേദന ചുമന്നുകൊണ്ട് ചില വർഷങ്ങൾ കൂടെ താൻ ചിലവഴിച്ചു. ഏതാണ്ട് 100 വയസ്സോടടുക്കുന്ന സമയത്തായിരുന്നു താൻ മരിച്ചതെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നഥനയേലിനെ യേശുവിന്റെ അടുക്കിലേക്ക് നടത്തിയ മറ്റൊരു ശിഷ്യനായിരുന്നു ഫിലിപ്പോസ്. ദൈവത്തിന് സ്തോത്രം. ഏഷ്യയിലെ അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രസ്താവിച്ചു. ഒടുവിൽ ഈ ഫിലിപ്പോസിനെ ശത്രുക്കൾ വളരെയധികം ഉപദ്രവിച്ച് അവശനാക്കിയതിനു ശേഷം തന്നെ ജയിലിലടച്ചു. അതിനുശേഷം ജയിലിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം തന്നെ ക്രൂശിൽ തറച്ചു കൊന്നുവെന്നാണ് പാരമ്പര്യം അഥവാ ചരിത്രം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ശിഷ്യനായിരുന്നു ബർത്തലോമായി. ദൈവത്തിന് സ്തോത്രം. തൊലോമായി എന്ന വ്യക്തിയുടെ മകനായിരുന്നു ബർത്തലോമായി. അദ്ദേഹവും ഒരിക്കൽ ഒരു കിരാതനായ രാജാവിന്റെ കാലത്ത് തന്നെ വളരെയധികം ഉപദ്രവിച്ചതിന് ശേഷം തന്റെ തോലൊക്കെ ഉരിച്ച് അങ്ങനെയായിരുന്നു തന്നെ കൊന്നു എന്നാണ് പറയുന്നത്. അടുത്ത ശിഷ്യൻ തോമസ്. അദ്ദേഹമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പല ദേശങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഇന്ത്യ എന്ന ദേശം തിരഞ്ഞെടുത്തത് താനായിരുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. പല സ്ഥലങ്ങളിലും ശിഷ്യന്മാർ, അതായത് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് യേശു പറഞ്ഞതനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ശിഷ്യന്മാർ ചിതറിപ്പോയി. അവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കും. ഒടുവിൽ ശത്രുക്കളുടെ വാളാൽ കൊല്ലപ്പെടുകയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. ദൈവത്തിന് സ്തോത്രം. തോമസ് അപ്പോസ്തലനും തൻ്റെ ശുശ്രൂഷ വേളകളിലധികവും ചെലവഴിച്ചത് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിൽ
തൻ്റെ ശുശ്രൂഷയിലൂടെ അനേക രാജകുടുംബത്തിൽപ്പെട്ടവർ പോലും വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ട് വരെയും തോമസിന്റെ അഥവാ അപ്പോസ്തലനായ തോമസിന്റെ പ്രവൃത്തികൾ എന്ന ഒരു പുസ്തകം പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ആ പുസ്തകം കാനോനിക ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ വിശുദ്ധ തോമസിന്റെ ശുശ്രൂഷകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിസ്തരിക്കുന്ന ഒരു പുസ്തകങ്ങൾ അക്കാലങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗുന്തഫർ എന്ന് പറയുന്നതായ ഒരു രാജാവ് ഇന്ത്യയിൽ വെച്ച് തന്റെ സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. മറ്റ് പ്രമുഖ വ്യക്തികൾ, ദൈവത്തിന് സ്തോത്രം. ചില പാരമ്പര്യ ക്രിസ്ത്യാനികൾ പറയുന്നത് താന് ഇന്ത്യയിൽ വന്നിട്ട്, തെക്കേ ഇന്ത്യയിൽ വന്നിട്ട് 7 പള്ളി സ്ഥാപിച്ചു എന്നാണ്. തോമസ് ലീയ അഥവാ വിശുദ്ധ തോമസ് ഒരു പള്ളിയും സ്ഥാപിച്ചതായിട്ട് ഒരു ചരിത്രവുമില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ 7 സഭകൾ സ്ഥാപിച്ചു എന്നൊരു ചരിത്രമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അഥവാ താൻ പോയ സ്ഥലങ്ങളിലൊക്കെ പല കൂട്ടായ്മകൾ സ്ഥാപിക്കപ്പെട്ടു. അതിനെ പള്ളി എന്ന നാമകരണം ചെയ്തുകൊണ്ട് 7 പള്ളി സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രപരമായ രേഖകളൊന്നും അതിൽ കാണുന്നില്ല. എങ്കിലും വിശേഷിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ പൂർവകാല ബ്രാഹ്മണരും മറ്റ് പ്രമുഖരായ അനേകർ കർത്താവിനെ വിശ്വസിക്കുകയും അവർ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുകയൊക്കെ ചെയ്തൊക്കെ 1-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്. ഏതാണ്ട് AD 52 കാലഘട്ടത്തിൽ മദ്രാസിനടുത്തുള്ള മൈലാപ്പൂരിൽ വെച്ച് ഒരു കൂട്ടം തീവ്രവാദികളായ ബ്രാഹ്മണർ തന്നെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നു എന്നാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി സംസ്കരിച്ച ആ സ്ഥലമാണ് സെന്റ് തോമസ് മൗണ്ട് എന്നറിയപ്പെടുന്നത്. അവിടെ നമുക്കൊരു വേറെ സ്ഥലമുണ്ട്. അവിടെ ധാരാളം ആത്മാക്കൾ നമുക്ക് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അങ്ങനെയാണ് ലോകം വിട്ടുപോയത്. ചുങ്കക്കാരൻ മത്തായി എന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹമാണ് ആദ്യത്തെ സുവിശേഷം എഴുതുന്നത്. അദ്ദേഹം യഹൂദന്മാർക്ക് അല്ലെങ്കിൽ റോമാക്കാർക്ക് വളരെയധികം യഹൂദന്മാർക്ക് ഇഷ്ടമല്ലാതിരുന്ന ചുങ്കം പിരിപ്പ് നടത്തുന്ന ടാക്സ് കളക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇഷ്ടമുള്ള ടാക്സ് ചുമത്തി ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഗവൺമെന്റിന് താൻ അനുകൂലിയായിരുന്നു. താൻ അനുകൂലിയായിരുന്നുകൊണ്ട് താൻ ചുങ്കം പിരിക്കുന്നുകൊണ്ട് സാധാരണ മനുഷ്യരൊക്കെ ഈ ചുങ്കക്കാരെ വെറുത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചുങ്കക്കാരിൽ ഒരു വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറ്റപ്പെടുത്തിയതായി കാണുന്നു. അപ്പോൾ യേശു പറഞ്ഞു, രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലെന്ന്. അത് ഇന്ന് പല മനുഷ്യർ രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെടുത്തു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. യേശു ഒരു രോഗിയെ കണ്ടല്ല അങ്ങനെ പറഞ്ഞത്. ഒറ്റ രോഗിയെയും കണ്ട് കർത്താവ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞില്ല. ഒരു പാപിയെ കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത് രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഭയങ്കര രോഗം പാപമാണ്. പാപം, പിന്മാറ്റം, ഇതൊക്കെ ഭയങ്കര രോഗമാണ്. ഇതിന് പറ്റിയ വൈദ്യൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതായിരുന്നു കർത്താവ് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ ചുങ്കക്കാരൻ മത്തായി കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ തൻ്റെ ആ ജോലിയിൽ നിന്നും താൻ വിരമിക്കുകയും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റത്തക്ക വിധത്തിൽ വളരെ ശ്രേഷ്ഠകരമായൊരു ജീവിതം ചെയ്തു. അനേകർക്ക് സഹായിയായി ജീവിച്ചു. ഒടുവിൽ കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അങ്ങനെ താൻ എത്യോപ്യ, ഈജിപ്റ്റ്, മാസിഡോണിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഒരിക്കൽ താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ തന്നെ പിടിച്ചു കെട്ടി വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഏതാണ്ട് AD 60 കാലഘട്ടങ്ങളിൽ അത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ യാക്കോബ് അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സഹോദരനല്ല, അൽഫായി എന്ന് പറയുന്ന മനുഷ്യന്റെ, അൽഫായിയുടെ മകൻ യാക്കോബ്, അദ്ദേഹം ചെറിയ യാക്കോബ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാലസ്തീനിലും ഈജിപ്തിലുമൊക്കെ പോയി, അഥവാ
ഈജിപ്തിലും പാലസ്തീനിലും ഒക്കെ പോയി താൻ അനേക സ്ഥലങ്ങൾ സുവിശേഷം അറിയിച്ചു. അവിടെ വെച്ച് തന്നെ സുവിശേഷ വിരോധികൾ പിടിക്കുകയും തന്നെ അടിച്ച് അവശനാക്കുകയും ഒടുവിൽ തന്നെ ക്രൂശിച്ചു കൊല്ലുകയും ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ സഹോദരനായ ഒരു യൂദ ഉണ്ടായിരുന്നു. ഈ യൂദ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ അല്ല. അങ്ങനെ യൂദ ഇസ്കരിയോത്ത യേശുവിനെ കാണിച്ചു കൊടുക്കുകയും തന്റെ അന്ത്യം വളരെ മറ്റൊരു വിധത്തിലായിരുന്നു. അതൊക്കെ ഒരു ദുഷ്പേര് വരുത്തുന്നതായതുകൊണ്ട് പിൽക്കാലത്ത് ശിഷ്യന്മാർ ഈ യാക്കോബിനെ തദ്ദായി എന്നായിരുന്നു പേര് വിളിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന തദ്ദായിയാണ് ഈ യാക്കോബിന്റെ ലേഖനം എഴുതിയത്. ദൈവത്തിന് രണ്ടുപേരും ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം AD 72 കാലഘട്ടങ്ങളിൽ പേർഷ്യയിൽ വെച്ച് തന്നെ അമ്പെയ്ത് കൊന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എത്രയോ ദാരുണമായ രീതിയിൽ. മറ്റൊരു വ്യക്തിയായിരുന്നു എരിവുകാരനായ ശിമോൻ. എരിവുകാരെന്നൊക്കെ പറഞ്ഞാൽ റോമാക്കാർക്കെതിരായി ഒരു കാലത്ത് സമരം ചെയ്ത ഒരു കൂട്ടരായിരുന്നു. റോമൻ ഗവൺമെന്റിനെതിരെ സമരം ചെയ്ത ഒരു കൂട്ടം യഹൂദന്മാരുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഗവൺമെന്റിനെതിരെ തന്റെ സമൂഹത്തിനു വേണ്ടി തീഷ്ണത കാണിച്ച ഈ മനുഷ്യൻ പിന്നീട് കർത്താവിന് വേണ്ടി തീഷ്ണതയുള്ള മനുഷ്യനായി മാറുകയും ആഫ്രിക്കയിൽ പോയി, ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിൽ പോയി അനേക ആത്മാക്കളെ രക്ഷിക്കുകയും പിന്നീട് ബ്രിട്ടനില് പേർഷ്യയില് ഒക്കെ വെച്ച് താന് ഒക്കെ പോയി അനേക ആത്മാക്കളെ നേടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം തന്നെയും ഒടുവിൽ ക്രൂശിച്ചു കൊന്നുവെന്നാണ് റോമാ ഗവൺമെന്റ് ക്രൂശിച്ചു കൊന്നുവെന്നാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നീടുള്ള ശിഷ്യൻ യൂദയെ കുറിച്ച് നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അവനെ കുറിച്ചൊരു കൊലപാതകനെന്നും ഒരു പിശാചെന്നും ഒക്കെ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്ത നിമിത്തം അവൻ തന്നെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുത്തു. താൻ കർത്താവിന് വേണ്ടി അധികം കഷ്ടം സഹിച്ച ക്രിസ്തുവിന്റെ ഒരു ധീര പടയാളിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേക രക്തസാക്ഷികളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസ് ആരായിരുന്നു? എത്ര ശ്രേഷ്ഠനായ അപ്പോസ്തലനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ എത്രയോ സന്ദർഭങ്ങളിൽ ജയിലിലടയ്ക്കപ്പെട്ടു. എത്രയോ ക്രൂര ഇരയായിത്തീർന്നു. താൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് തിരുവെഴുത്തിൽ ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. താൻ അനുഭവിച്ചതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ സർവ്വസഭയെ കുറിച്ചുള്ള തിരക്കുള്ള ആ മനുഷ്യൻ, ചിന്താഭാരമുള്ള മനുഷ്യൻ, സ്തോത്രം, അനേക സന്ദർഭങ്ങളിൽ തടവിലായത് മുതൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് 2 കൊരിന്ത്യർ 11:23 മുതലുള്ളതായ വേദഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ താൻ മരിച്ചു എന്ന് വിചാരിച്ച് പട്ടണത്തിലെ തന്നെ ചിലർ എറിഞ്ഞ് അവശനാക്കി താൻ മരിച്ചു എന്ന് വിചാരിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ, സ്തോത്രം, തന്റെ ശിഷ്യന്മാർ, തന്റെ സഹോദരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തൻ ജീവൻ പ്രാപിച്ചു. അങ്ങനെ പിന്നെയും താൻ സുവിശേഷം അറിയിച്ചു. സ്തോത്രം. ആ സമയത്ത് തനിക്കുണ്ടായ ഒരു ആത്മീയ ദർശനത്തെ കുറിച്ച് 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒടുവിലായി തന്റെ ജീവിതാന്ത്യത്തിലേക്ക് വരുമ്പോൾ, തന്റെ കഷ്ടത്തിന്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ, സ്തോത്രം, തന്നെ തടവിലാക്കിയിരിക്കുമ്പോൾ, ഗവൺമെന്റ് തനിക്കു വേണ്ടി തന്നെ കൊല്ലുവാൻ വേണ്ടിയുള്ള പദ്ധതികളെല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ പറയുന്ന വാക്കുകൾ എത്ര മനോഹരമായ വാക്കുകളാണ്. ഇന്ന് പല ശവപ്പെട്ടികളിലൊക്കെ ആ വാക്യം എഴുതി വെക്കാറുണ്ട്. 2 തിമോഥെയോസ് 4 അധ്യായത്തിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, 6 വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ആത്മാവിൽ താൻ ഉണർന്ന് താൻ മനസ്സിലാക്കിയാണ്, എന്റെ മരണസമയത്തോട് ഞാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ തനിക്ക് ജീവനോടിരിക്കുമ്പോൾ തനിക്ക് പറയാൻ കഴിയുന്ന പ്രാഗൽഭ്യത്തിന്റെ വാക്കുകൾ താൻ പറയുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു.
പിന്നീട് താൻ പറയുന്നത്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. സ്തോത്രം. ഇങ്ങനെയുള്ളതായ അന്ത്യങ്ങളാണ് അനേക വിശുദ്ധന്മാർക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് തിമത്യോസിനോട് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, തിമത്യോസേ, നീ ഒരു നല്ല പടയാളിയായി, ക്രിസ്തുയേശുവിന്റെ ഒരു നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു ഓട്ട മത്സരത്തിൽ ഓടി ജയമെടുക്കുന്ന ഒരു മത്സര ഓട്ടത്തില് ആദ്യം ചെന്നെത്തിയ വ്യക്തിയെ പോലെ നല്ല ഒരു ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ എൻ്റെ വിശ്വാസത്തെ ഞാൻ കാത്തു. എനിക്ക് തന്ന ഉപദേശത്തെ, എനിക്ക് തന്ന സത്യങ്ങളെ അവസാനം ഞാൻ സൂക്ഷിച്ചു. ഒരു പടയാളിയെ പോലെ ഒരു നല്ല പോർ പൊരുതി, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ്ഗങ്ങളുടെ ദുഷ്ടാത്മസേനയോടും ഒക്കെ പൊരുതി ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു നല്ല സാക്ഷ്യത്തോടുകൂടി താൻ ലോകം വിട്ടുപോകുന്നു. എന്നാൽ തന്നെ എങ്ങനെയായിരുന്നു? തടിയറക്കുന്ന വാളുകൊണ്ട്, സ്തോത്രം, തന്നെ 2 തടിക്കഷ്ണത്തിന്റെ മുകളിൽ വെച്ചിട്ട് ആറുത്തു കൊല്ലുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനേക വിശുദ്ധന്മാർ മരിക്കുമ്പോൾ ഈ കാലങ്ങളിൽ, സ്തോത്രം, അങ്ങനെയുള്ള മരണങ്ങളൊക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ, സ്തോത്രം, ചില പ്രയാസങ്ങൾ അതേ ശുശ്രൂഷകർക്കോ ജീവിക്കുന്ന ദൈവമക്കൾക്കോ നേരിടുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അത്യാഹിതം സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ചു പോകാം. ദൈവത്തിന് സ്തോത്രം. അതിനെ സംബന്ധിച്ച് അതുമായി തുടർന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആക്സിഡന്റ് മരണം അതിനപ്പുറത്തുള്ള ഒരു അസാധാരണ സംഗതിയല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം സത്യമാണ്, എങ്ങനെയും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. ഒരു വ്യക്തിയെ ഒരു ഗവൺമെന്റ് ഉപദ്രവിച്ച് കൊല്ലുമ്പോൾ, ഇല്ലെങ്കിൽ സുവിശേഷ വിരോധികൾ വന്ന് അടിച്ചു കൊല്ലുന്നു, സ്തോത്രം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ കർത്താവായ വിശുദ്ധ പൗലോസ് ഒരിക്കൽ സുവിശേഷവുമായിട്ട് യെരൂശലേമിലേക്ക് പോകുമ്പോൾ പറയുന്നത്, അങ്ങോട്ട് പോകരുത്. ശിഷ്യന്മാർ തടയുമ്പോൾ പറയുന്നത്, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ പോകുന്നത്. പല സന്ദർഭങ്ങളിലും പല സ്ഥാനങ്ങളിലും താൻ മരിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടായിരുന്നു താൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു പലർക്കും സംഭവിച്ച സുവിശേഷ വിരോധികളുടെ അടിയേറ്റ് കൊല്ലപ്പെട്ട എത്ര മനുഷ്യരുണ്ടായിരുന്നു. വിശേഷിച്ച് റോമിലെ കൊളോസിയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ കൊളോസിയത്തിൽ 50,000-ത്തിലധികം പേർക്ക് ഇരുന്ന് കാണുവാനുള്ളതായ ഒരു വലിയ ഗാലറി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഗാലറികളിൽ അനേകർ ഇരിക്കുമ്പോൾ തന്നെ അവിടെ മൃഗങ്ങളോട് യുദ്ധം ചെയ്ത് ക്രൂര മൃഗങ്ങളെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ക്രിസ്തു ഭക്തന്മാരെ അതിൻ്റെ ആ കൊളോസ്യത്തിൽ അവരുടെ ആ ഗ്രൗണ്ടിൽ നിർത്തിയതിനു ശേഷം ക്രൂരമൃഗങ്ങളെ വിട്ട് അവർ വലിച്ചു കീറി കൊല്ലുമ്പോൾ അനേകർ ഗാലറികളിരുന്ന് കൈയടിച്ച് സന്തോഷിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒളിമ്പിക്സൊക്കെ നടക്കുമ്പോൾ അവർക്ക് വെട്ടം കാണുവാനായിട്ട് ക്രിസ്തീയ വിശുദ്ധന്മാരെ, ഭക്തന്മാരെ ടാറിൽ മുക്കി, ഇല്ലെങ്കിൽ കീല് തേച്ച് ദീപം അവർക്ക് വെട്ടം കാണുവാനായിട്ട് തീ കൊളുത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വ മരണം വരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേക ലോകത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ, ജീവൻ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റ് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അയ്യോ ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും അങ്ങനെയല്ല. അതൊരു അപൂർവ കാര്യമല്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിനകത്ത് മറ്റൊരു വിഷയമുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമ്മുടെ ഒരു വിശ്വാസി ഒരിക്കൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ പതിവില്ലാതെ ഒരു ദിവസം തന്നെ മക്കളെ എല്ലാം വിളിച്ച് ക്ഷേമങ്ങളെല്ലാം ചോദിച്ചിട്ട് മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള നല്ലൊരു അഡ്വൈസ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഭാര്യയെ വിളിച്ചും, സ്തോത്രം, ചില കൊടുക്ക വാങ്ങലുകൾ, ചില ഇടപാടുകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനുശേഷം പിറ്റേന്ന് രാവിലെയും വിളിച്ച് ജീവിതത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ സംസാരിച്ചു. ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നൊക്കെ സംസാരിച്ച് അത് ഫോൺ വെച്ചതിന് ശേഷം താൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ട്രക്ക് തന്നെ വന്ന് തട്ടി ആ സമയത്ത് തന്നെ മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു മരണം സംഭവിക്കാമോ? ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായും അങ്ങനെ സംഭവിക്കാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിതം അവിടെ ഒരുക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തനിക്കതൊരു കഷ്ടമല്ല. കാണുന്നവർക്ക് ഒരു ആക്സിഡന്റ് മരണം. പക്ഷെ ആ വിശുദ്ധനോട് ചോദിച്ചാൽ
പെട്ടെന്ന് ഈ ലോകത്ത് ഞാൻ മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗലോകത്തിലേക്ക്, വേദനയില്ലാത്ത, കഷ്ടമില്ലാത്ത, മരണമില്ലാത്ത ആ തേജസ്സേറിയ ആ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം, ആക്സിഡന്റിനെ കുറിച്ചല്ല അവർ ഓർക്കുന്നത്, വേദനയെ കുറിച്ചല്ല അവർ ഓർക്കുന്നത്. കാരണം അവർക്ക് അപ്പോൾ വേദനയില്ലല്ലോ. പെട്ടെന്ന് ആ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർ ചിലരോട് നിന്നെ കൊല്ലാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കൊല്ലുമ്പോൾ പെട്ടെന്ന് മരിക്കുമെന്നുള്ള ഒരു വേദന ഹൃദയത്തിൽ വളരുന്നുണ്ട്. അത് കൂടാതെ പെട്ടെന്ന് ആ അനർത്ഥം സംഭവിക്കുന്നു. പക്ഷെ ഒരു ആക്സിഡന്റിൽ അത് വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഒരിക്കൽ പാസ്റ്റർ ഡോൺ അവർകൾ, നമ്മുടെ വേലയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച പാസ്റ്റർ ഡോൺ അവർകൾ, നമ്മുടെ വിശ്വാസികൾ, ശുശ്രൂഷകർ ചിലരൊക്കെ ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നല്ലോ, അതെത്ര ഭയങ്കരമായ കഷ്ടമാണെന്നൊക്കെ ഓർത്ത് താൻ വ്യാകുലപ്പെട്ടു. ചില ശുശ്രൂഷകരോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവരൊക്കെ ചില ആൻസറുകൾ പറഞ്ഞുവെങ്കിലും തനിക്കതിൽ തൃപ്തിയില്ല. ചില ദിവസങ്ങൾ താൻ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുറെ ദിവസം താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം താൻ കേട്ടതായി താൻ തന്റെ ശുശ്രൂഷയിൽ ഒരിക്കൽ പറയുവാനിടയായിത്തീർന്നു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: എനിക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യം. ദൈവത്തിന്റെ സ്തോത്രം. ഇത് കേട്ടപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും ഇടപെടുവാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം അത് പിന്നീട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത്, ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, തനിക്ക് ജീവിക്കാൻ അധികം സമയം ലഭിച്ചില്ല. താനൊരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. അപ്പോൾ തന്നെ ന്യായവിധി സിംഹാസനത്തിന് മുൻപാകെ കൊണ്ട് നിർത്തും. ന്യായവിധി സിംഹാസനത്തിന് മുൻപാകെ കൊണ്ട് നിർത്തുമ്പോൾ ദൈവം തന്നെ ന്യായം വിധിക്കുന്നു. നീ എന്തുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് നിന്റെ ജീവിതത്തെ ഒരുക്കിയില്ല? നീ എന്തുകൊണ്ട് പൂർണ്ണനായി തീർന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ പറയും, തനിക്ക് പറയാനുള്ളത്, അയ്യോ, പെട്ടെന്ന് ആക്സിഡന്റ് വന്ന് മരിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തെ എനിക്ക് ക്രമീകരിക്കാൻ സാധിച്ചില്ല, ഒരു മുന്നറിയിപ്പും എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആക്സിഡന്റിൽ പെട്ട് മരിച്ച ഒരു വിശുദ്ധനെ ദൈവം അവിടെ കൊണ്ടുവരും. ഇദ്ദേഹവും നിന്നെ പോലെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. താൻ ഓഫീസിൽ പോകുമ്പോൾ തന്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് താൻ പോയി ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ഒരു വിശുദ്ധൻ ഒരു യാത്രയിൽ, സ്തോത്രം, തന്റെ ജീവിതത്തെ ഒരുക്കി ശുദ്ധീകരിച്ചുകൊണ്ടേയിരുന്നു. താൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. സ്തോത്രം. നമ്മുടെ മുമ്പിൽ ഒരു ദാരുണ മരണം പോലെ ആയിരുന്നാലും ആ വിശുദ്ധനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകില്ല. കാരണം തന്റെ ജീവിതത്തെ താൻ ഒരുക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്: ഒരു ദൈവവേദന എപ്പോഴും മരിക്കാൻ ഒരുങ്ങിയിരിക്കണം. പാസ്റ്റർ എം ജെ മാത്യു അപ്പച്ചൻ പറയാനുള്ള ഒരു സാധാരണ വാക്കുണ്ട്: ഒരു ദൈവവേദന യേശുവിനെ എതിരേൽപ്പാൻ മാത്രം ഒരുങ്ങിയാൽ പോരാ, ഏത് സമയത്തും മരിപ്പാനും ഒരുങ്ങിയിരിക്കണം. തന്റെ മരണം അങ്ങനെ ആയിരുന്നല്ലോ. ഒരിക്കൽ കർത്താവിന്റെ ശുശ്രൂഷകർക്കുള്ള മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് താൻ റൂമിൽ വന്നു. താൻ ഒരുങ്ങി റെഡിയായി. അവരെ വിളിച്ച് ചില ഉപദേശങ്ങളെല്ലാം പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. താൻ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും ഒരുക്കമുള്ളവരായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് ദൈവമക്കളും ഏത് ശുശ്രൂഷകരും ഈ കാലങ്ങളിൽ, സ്തോത്രം, ഏത് പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ പോയിരുന്നാലും ഭാരപ്പെടുകയില്ല, കലങ്ങുകയില്ല, വിചാരപ്പെടുകയില്ല. കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുക്കമുള്ളവരായി ജീവിക്കുക. മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരെ സംബന്ധിച്ച് ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിരുന്നാലും, ഏത് അനർത്ഥങ്ങൾ അവർക്ക് നേരിട്ടിരുന്നാലും അതൊരു വലിയ പ്രയാസമായി അവരുടെ ഹൃദയത്തിൽ വരികയില്ല. അങ്ങനെ മരിക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവർക്കത് വലിയ സന്തോഷമാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ 2 പാസ്റ്റേഴ്സ്, ദൈവത്തിന് സ്തോത്രം, ഒരു അടക്കാരാധന കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴായിരുന്നു ആക്സിഡന്റിൽ പെട്ട് മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ശുശ്രൂഷ അവിടെ വരെയുള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. ജീവിതത്തെ ഒരുക്കിയ വിശുദ്ധന്മാരെ സംബന്ധിച്ച് നിത്യതയിൽ ഒരുപക്ഷെ ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, ഞാൻ ഏറ്റവും സന്തോഷിച്ച സമയമായിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ എന്തും സംഭവിക്കാം. ചിലർ പറയാറുണ്ട്, 4 ദിവസം കിടന്ന് രോഗിയായി കിടന്ന് അങ്ങനെ കിടന്ന് മരിക്കുന്ന നല്ലത്. കാരണം ജീവിതത്തെ ഒരുക്കാൻ നല്ല ഒരു വിഷയമാണ്. ഒരിക്കൽ ഒരു ദൈവദാസൻ സഭായോഗത്തിൽ പറഞ്ഞു, പെട്ടെന്ന് മരിക്കുന്നല്ല, നമുക്ക് കുറച്ച് ദിവസം കിടന്നൊക്കെ ജീവിതത്തെ വിശുദ്ധീകരിച്ചൊന്ന് മരിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് ഒരു വിശ്വാസി ചോദിച്ചു, ഒരുങ്ങിയിരിക്കുന്നവരെ സംബന്ധിച്ചത് ബാധകമാണോ എന്ന് ചോദിച്ചു.
ദൈവത്തിന് സ്തോത്രം. ആ ചോദിച്ച വിശ്വാസി അധികം താമസിക്കുന്നതിന് മുമ്പ് ഒരു സഭായോഗത്തിനിരിക്കുമ്പോൾ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് അദ്ദേഹം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ സ്തോത്രം ആ ബെഞ്ചിലിരുന്നു കൊണ്ട് താൻ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വന്ന വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ വെച്ച് തനിക്ക് സൗഖ്യമില്ലാതിരുന്നുവെങ്കിലും സ്തോത്രം താൻ ആരാധനയ്ക്ക് വന്നു. ആരാധനയ്ക്ക് താൻ ഇരിക്കുന്ന സ്ഥലത്ത് ബലഹീനായ ഒരു മനുഷ്യനായിരുന്നു. താൻ ആ ബെഞ്ചിലിരുന്നു കൊണ്ട് തന്നെ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു മദർ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ആ പ്രവചനം തീർന്നു. തൻ്റെ ആത്മാവ് ദൈവസഭയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പൊ ഏത് സമയത്തും മരിക്കാം. ചിലപ്പോൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ മുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. നമ്മുടെ ഒരു വിശ്വാസി ഒരിക്കൽ മരിച്ചത് സ്തോത്രം താന് മക്കളുമായിട്ടൊക്കെ ചേർന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹാരം കഴിച്ച് തീർത്ത് കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മയക്കം പോലെ തോന്നി. മകനെ വിളിച്ചു, മോനെ എന്റെ ശരീരം തളർന്നു വരുന്നു, ഒന്ന് താങ്ങിക്കൊള്ളണേ എന്ന് പറഞ്ഞു. അവൻ ഓടിച്ചെന്ന് പിടിച്ചു കട്ടിൽ കൊണ്ട് കിടത്തി. അദ്ദേഹം മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം. യുദ്ധത്തിൽപ്പെട്ട എത്രയോ പേർ മരിക്കുന്നു. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വിശുദ്ധരം മരിച്ചിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള സമയത്തും തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഭയമില്ല. ദൈവത്തിന് സ്തോത്രം. മരണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ഭയമില്ല. കാരണം യഥാർത്ഥമായി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മരണഭയമില്ല. കാരണം എന്താണ്? കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? നമ്മെപ്പോലെ ജഡശരീരം എടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരിക്കുന്നവരെ ഒക്കെ വിടുവിപ്പാൻ വേണ്ടിയായിരുന്നു. മരണഭയത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഇതാ ഒരു നല്ല ജീവിതം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും മരിച്ചവരല്ല. ലോകത്തിന്റെ മുമ്പിൽ മരിച്ചു. ലോകത്തിന് മുമ്പിൽ ആക്സിഡന്റോ രോഗമോ എന്തൊക്കെ പറ്റി മരിക്കുന്നു. പക്ഷേ ആ വ്യക്തി ദൈവത്തിന് മുമ്പിൽ മരിക്കുന്നില്ല. കാരണം ആ വ്യക്തിത്വം, ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുകയാണ്. ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ കിടക്കുന്നു പറയുകയില്ല, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിത്വം ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരുങ്ങിയിരിക്കുന്നവരെ സംബന്ധിച്ച് ഏത് സമയത്ത് എങ്ങനെ മരിച്ചിരുന്നാലും സാരമില്ല. ആക്സിഡന്റിൽ പെട്ടോ മറ്റേതെങ്കിലും രോഗം ബാധിച്ചോ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആത്മാവിനെ സ്വീകരിപ്പാൻ സ്വർഗം തുറക്കപ്പെടത്തക്ക വിധത്തിൽ ഒരുക്കപ്പെട്ട ഒരു ജീവിതം ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി കട്ടിലിൽ കിടന്ന് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം വന്ന് ശുശ്രൂഷിച്ച് എല്ലാവരും വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ശാന്തമായി പ്രാണനെ പോകുന്ന പോലെ കണ്ടിരുന്നാലും അതൊരു ദുർമരണമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ ആത്മാവിനെ സ്വീകരിപ്പാൻ ദൂതന്മാർ വരണം. കർത്താവ് ആത്മാവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കണം. എത്രയോ വിശുദ്ധന്മാർ കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവിനെയും മരിച്ചുപോയ വിശുദ്ധന്മാരെയും അഥവാ ലോകം വിട്ടുപോയ വിശുദ്ധന്മാരെയും ദൂതന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് ഒരു വിശുദ്ധൻ പാടിയ പാട്ടാണ്, ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എത്ര മനോഹരമായ ഗാനം. ദൂതന്മാർ ശുഭ്രവസ്ത്രധാരിയായി അതേ എന്നെ എതിരേൽക്കുവാനായിട്ട് വരുന്നു. ഞാനും ഇതാ അവരോടൊപ്പം പോകാൻ പോകുന്നു. എന്നെ വിളിക്കുന്നു, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയ എത്രയോ വിശുദ്ധന്മാർ. കർത്താവിൽ പ്രിയരെ, അന്ത്യം
ലോകത്തിന്റെ മുമ്പിൽ ദാരുണമെന്ന് തോന്നിയിരുന്നാലും ദൈവത്തിന്റെ മുമ്പിലോ ആത്മീയ ദർശനമുള്ള വിശുദ്ധന്മാരുടെ മുമ്പിലോ അത് ദാരുണമല്ല, അത് മഹത്വകരമാണ്. ഈ കാലങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ എത്ര സമയം ഉണ്ടെന്നറിയുന്നില്ല, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. എപ്പോഴും ഒരുക്കപ്പെട്ടവരായിരിക്കാം. ദൈവകൃപയുടെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാം. ദൈവകൃപയുടെ നിറവിൽ ജീവിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മുൻപോട്ട് പോകാം. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, കൃപ കുറഞ്ഞു പോകരുത്, അഭിഷേകം കുറഞ്ഞു പോകരുത്. ജീവിതത്തെ ഒരുക്കിക്കൊണ്ട് വിശുദ്ധിയിൽ പൂർണ്ണരായി കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ദൈവം നമ്മെ അതിന് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.